ഹായ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ ഉള്ള സമയം കിട്ടുന്നില്ല, സൗകര്യം കിട്ടുന്നില്ല. ഓരോ യാത്രകളും ഒക്കെ ആയിട്ടേ. ഒരു കാര്യം കൂടെ പറയാൻ വന്നതാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഈ സ്റ്റോറികളൊക്കെയാണല്ലോ വന്നു തുടങ്ങിയത്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അത് കളയാതെ തന്നെ ഇനിയും കുറച്ചുകൂടെ ഇതിൽ നിന്ന് പോകല്ലേ ചാനൽ. അതുകൊണ്ട് പറയുകയാണ്, സോഷ്യലി കുറച്ച് ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു രാഷ്ട്രീയമല്ല, സോഷ്യലി ഇപ്പം നമ്മൾ വൈറലായി നിൽക്കുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് അഭിപ്രായം തോന്നുന്നു പറയുന്ന കാര്യങ്ങളൊന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം ഇത് സ്റ്റോറി ടെല്ലിംഗ് മാത്രം വെച്ച് കൃത്യമായിട്ട് സമയത്ത് ഇത് വീഡിയോസ് ഉണ്ടാക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയാൻ പറ്റാതെ വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു വലിയ തർക്കിച്ച് ഇപ്പോഴും പറയാം പക്ഷം പിടിക്കാനുള്ള ഒരു വീഡിയോ അല്ല. ഇന്ന് എനിക്കിപ്പോൾ ഒരു കാലത്ത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വരുന്ന ഫീഡ് വരുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഒരു ഫുഡ് വ്ളോഗർ മൃണാൾ എന്നൊരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കും, മിക്കവർക്കും അറിയാതിരിക്കുമല്ലോ. അദ്ദേഹം ഫുഡ് വ്ളോഗർ അല്ല, എന്തോ ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ഒക്കെയാണ് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം അപ്പോൾ കൊച്ചിയിലൊരു ഹോട്ടൽ തുടങ്ങി. ഹംഗ്രി മൃണാൾ എന്ന ഹോട്ടലാണ് ഇപ്പോൾ ചർച്ച മൊത്തം സോഷ്യൽ മീഡിയയിലാണ്. കാരണം അവിടെ ഹോട്ടലിന് നമുക്ക് വേണ്ട ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കൊടുത്ത്, അതായത് ചോറിന് ഒരു എമൗണ്ട് കൊടുക്കുക, കറി എന്ത് വാങ്ങിക്കുന്നു അതിന് പ്രത്യേകം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുക. അത് ഭയങ്കര കൂടുതലാണ് എന്ന് പറഞ്ഞ് വളരെയധികം ചർച്ചകളും, ചിലർ വേറെ ഹോട്ടലിൽ പോയി ഇതേ ഫുഡെല്ലാം അവിടുന്ന് ഒരു മീൽസ് കഴിച്ചിട്ട് ആ ബില്ല് കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഓരോരോ ഫുഡ് വാങ്ങിച്ചിട്ട് അതിനെ വെച്ച് അങ്ങനെ ഭയങ്കര ചർച്ച ആകുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം റെസ്റ്റോറൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് വളരെ ഇപ്പം ഒരാൾക്കൊരു ഊണും ഒരു സാമ്പാറും മതിയെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുന്നവർക്ക് പക്ഷേ ലാഭമായിരിക്കാം. അല്ലാതെ ഒരു ഭയങ്കര വലിയ ഡിഷസ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നവർക്ക് ഒരു പക്ഷേ അത് നഷ്ടമാകുമോ, അല്ലെങ്കിൽ അവർക്കത് അങ്ങനെയുള്ളവർക്ക് മനസ്സിലായില്ല, അങ്ങനെയുള്ളവർക്ക് ആയിരിക്കില്ല ഇത് വർക്കാകുന്നതൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇദ്ദേഹം ഒരു വ്ളോഗറായിരുന്നല്ലോ. ഇദ്ദേഹം പോയി കഴിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് നിരവധി വീഡിയോസ് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നെഗറ്റീവ് സംഭവം പറഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്യൂസൊക്കെ സംഭവിച്ചെന്ന് പറയപ്പെടുന്നവരൊക്കെ ഓൺലൈനിൽ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ അവിടുത്തെ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് നിരവധി റിവ്യൂ പറയാറുണ്ട്. അതിനകത്ത് കൂടുതൽ നമ്മൾ നെഗറ്റീവ് റിവ്യൂസാണ് ഇപ്പോഴും ആൾക്കാരിങ്ങനെ എടുത്ത് പറയുന്നത്. കാരണം ഇദ്ദേഹം അതുപോലെ ഒരാളുടെ രീതി, സംസാരിക്കുന്ന രീതി ഇച്ചിരി അദ്ദേഹത്തിന് എന്താണോ പറയുന്ന ആ രീതിയിൽ പറയുന്നൊരു രീതിയിൽ പറയുന്ന ആളാണ്. ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്, നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ദിവസം ഫുഡ് വന്ന് കഴിച്ചിട്ട് തിരുവനന്തപുരത്തെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ആണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടത്, ക്വാളിറ്റി അല്ലല്ലോ എന്നൊക്കെ എന്തോ ഒരു വീഡിയോയ്ക്ക് അതിൽ കുറച്ച് സമയത്ത് പറയുന്ന ഒരു പോർഷൻ കട്ട് ചെയ്ത് അദ്ദേഹം നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഇടയ്ക്ക്. അങ്ങനെയാണ് ആ നെഗറ്റീവ് റിവ്യൂ കൂടെ ഞാൻ മൃണാളിനെ അറിയുന്ന പോലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും കുറേ അദ്ദേഹത്തിൻ്റെ ഹോട്ടലും നെഗറ്റീവ് റിവ്യൂ ആണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ കൂടുതലും ട്രോളുകളിൽ കൂടെ വരുന്നത്. ആ രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുക. സമൂഹത്തിൻ്റെ ഒരവസ്ഥ MD സാറ് പറയുന്നുണ്ട്, ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ് സമൂഹത്തിന്. ഒരാൾ ഒരു ഇര കിട്ടിയാൽ അതിനെ വീഴ്ത്തുക എന്നുള്ളതാണ്. അത് വീഴുന്നത് വരെ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ ഏകദേശം ആ രീതിയിലാണ്. നമ്മൾ കാണുന്ന ഒരു ഭാഗം വെച്ചുകൊണ്ട് കൂടുതലിനെ അത് അത്രയും രീതിയിലുള്ള ട്രോളുകളും അഭിപ്രായങ്ങളും ഒക്കെ അതിനെതിരെ വരും. അതിനൊരു സമയം കാണും, 1-2 ആഴ്ച, ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിരിക്കാൻ കഴിയുമ്പോൾ അത് ഇല്ലാണ്ടാവും. അതൊക്കെ പോട്ടെ. മൃണാളിനെ കുറിച്ചോ ഹോട്ടലിനെ കുറിച്ചോ ഒന്നും പറയാം. അപ്പോൾ ഫുഡിലേക്ക് വരാം. കാരണം ഫുഡ് പുറത്ത് മിക്കവാറും കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും വർഷങ്ങളായിട്ട് ബാച്ചിലറാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാറുണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ജസ്റ്റിഫൈങ് പ്രൈസ് കിട്ടുന്ന ക്വാളിറ്റിയുള്ള ഫുഡ് എന്ന രീതിയിലാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നവർക്ക് ആവശ്യം. പക്ഷേ ഈറ്റ് ഔട്ട് ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്ന, അവർ വൺസ് ഇൻ എ വൈൽ ഒരു പുറത്ത് പോകുന്നു, ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ പോകുന്ന ഫാമിലിക്കോ അവർക്ക് വേണ്ടത് ഒരു വീട്ടിൽ ഉണ്ടാക്കാത്ത ഒന്നുകിൽ ഒരു വലിയ ബിരിയാണിയോ അല്ലെങ്കിൽ വലിയ ഫുഡ് ഫിഷ് പ്ലേറ്ററോ അതൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഫുഡ് വ്ളോഗേഴ്സോ അവർ ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോകുന്നില്ല, അവരുടെ റിക്വയർമെൻറ്റ് വേറെയാണ്, ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ 3-4 ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാരാണ് ഫുഡ് കഴിക്കുന്നത്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡെയിലി കഴിക്കുന്ന ഒരാൾ ഞാനാണെങ്കിൽ, ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ചില ഗവൺമെൻറ് ക്യാൻറ്റീനുകളിലൊക്കെ പലയിടത്തും അവർ പുറത്തു നിന്നുള്ള ആൾക്കാരെ അലോ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫുഡാണ്, ആഴ്ചയിൽ ഒരു 3-4 ചേഞ്ച് വരാറുണ്ട്, അതിൻ്റെ പൈസ ഓക്കെയാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം, ശരീരത്തിന് പ്രശ്നമില്ല. അപ്പം നമ്മൾ അവിടുന്ന് കഴിക്കും. ഇത് തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ ആഴ്ച ഒരു ദിവസം വേണമെങ്കിൽ പോയി ബിരിയാണി കഴിക്കാം, റിച്ച് ബിരിയാണിയാണ്, പക്ഷേ പൈസ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ആവശ്യമല്ല അവിടെ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ഒരുപക്ഷെ ഈ മൃണാളിൻ്റെ കടയിൽ അദ്ദേഹത്തെ അങ്ങനത്തെ ചെറിയ ആഹാരം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി കഴിച്ചാൽ ഒരുപക്ഷെ ലാഭമായിരിക്കും. പക്ഷേ അത് വേറെ കേസ് ഹൈജീനിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈച്ചയുടെ കാര്യം. ഈച്ച വന്നിരുന്നു, അത് എവിടെ ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ എന്തായാലും ഹൈജീനിറ്റി എന്ന് പറയുന്ന കാര്യം എല്ലാ ഹോട്ടലും നോക്കണ്ട. പ്രത്യേകിച്ച് ഹോട്ടലായിട്ടൊരു ഒരു കൂരയ്ക്ക് താഴെ അവർ പ്രൊഫഷണലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അതും കൂടെ നോക്കിയില്ലെങ്കിൽ ആളുകൾ
നമ്മൾ ക്യാഷ് കൊടുത്തൊരു തട്ടുകടയിൽ കഴിക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഒരു പുറത്ത്. തട്ടുകട മോശം എന്നല്ല പറയുന്നത്, തട്ടുകട നമുക്ക് വേറെ ഈസിലി അവൈലബിൾ ആയ സ്ഥലത്തായതുകൊണ്ട് ആൾക്കാർ പോകുന്ന രീതി, വേറെ ഇടത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫാമിലിയായിട്ട് വരുന്നിടത്ത് ആ ഹൈജീനിറ്റി ഇല്ലെങ്കിൽ ആളുകൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണത്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാളെന്നല്ല, ഈ ദൈവം തമ്പുരാൻ വന്ന് ഹോട്ടൽ ഉണ്ടാക്കിയാൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യങ്ങളാണ്. അതായത് നമുക്ക് വായി വെക്കാൻ കൊള്ളത്തില്ലാത്ത ഫുഡ് കൂടിയ പൈസയ്ക്ക് ആരെവിടെ കൊടുത്താലും ഒരാളും, അതായത് ഈ മൃണാളിൻ്റെ ഹോട്ടലിൽ നിങ്ങൾ ഈച്ചയെ കണ്ട് ആ ഈച്ച പോലും വന്ന് അവിടെ കഴിക്കില്ല. സത്യം അതാണ് ഫുഡിൻ്റെ പുറത്തുനിന്ന് കഴിക്കുന്ന ആളെന്ന് ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം. നമുക്ക് ഫുഡ് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാകണം, അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന പ്രൈസ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണെങ്കിൽ സ്ഥിരമായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങോട്ട് പോകും. അല്ലാതെ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം വളരെ ഫേമസ് ആണ്, അങ്ങനത്തെ ആണെങ്കിൽ ആൾക്കാർ അത് തേടി പിടിച്ച് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അത് വേറെ അതിനൊരു പാർട്ടി മൂഡായിരിക്കും അവിടെ. അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്ന അർത്ഥമില്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ വായി വെക്കാൻ കൊള്ളാവുന്ന ഫുഡ് നല്ല മിനിമം ക്വാളിറ്റി പൈസയ്ക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫുഡിനെ വിജയിപ്പിക്കാൻ. അല്ലാതെ ഈ മോശം ആഹാരം കൊടുക്കുന്ന ഏതൊരു സ്ഥാപനം എത്ര ഹൈപ്പ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താലും അത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. നമുക്ക് സിനിമയുടെ കാര്യം പറഞ്ഞില്ല, നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം ആക്ച്വൽ ആൾക്കാരുടെ ഫീഡ്ബാക്ക്. ഒരു മോശം സിനിമ എന്ന് പറയുന്ന ആ സിനിമ പോലും ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം നല്ലതാണോ അല്ലയോ എന്ന്. ആൾക്കാർ പുറത്തുനിന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൂടെ ഒക്കെ അറിഞ്ഞ് വന്ന് അത് നല്ലതാണെങ്കിൽ ഹിറ്റാവും. ആഹാരവും ഹോട്ടലും ഒക്കെ അത് തന്നെയാണ്. നിങ്ങളത് നല്ല ഫുഡ് കൊടുത്താൽ ആൾക്കാരെ അറിഞ്ഞറിഞ്ഞ് വരും, മോശമാണെങ്കിൽ അത് ഇല്ലാണ്ടാവും. നമുക്കറിയാം വളരെ ഫേമസ് ആയ പല നമുക്ക് സിനിമാ നടന്മാരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഒക്കെ പല ഹോട്ടലും ഫുഡ് പ്രൊഡക്റ്റും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നിലവിലില്ല, പലതും ഇല്ലാണ്ടായിരിക്കുക. കാരണം എന്തെങ്കിലും ഇതുപോലത്തെ ഒന്നേ പ്രൈസ് കൂടി കാണും, അല്ലെങ്കിൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റി അവിടെ ആ പ്രൈസിന് ഇല്ലാത്തതുകൊണ്ടാവാം. അത്രയും ഒരുപക്ഷെ അവരൊക്കെ തുടങ്ങുമ്പോൾ ഇത് ഹിറ്റാണ്ടല്ലോ, എന്താ ഹിറ്റാകാത്തത്? അതുകൂടാതെ എത്രയോ സാധാരണ പാവങ്ങൾ ചെറിയ ചെറിയ സ്ഥാപനം തുടങ്ങി ഹിറ്റായി ഭയങ്കര പെട്ടെന്ന് ഹിറ്റാകുന്നു. അവരതിനകത്തൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത് പ്രൊമോഷനോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു ടെമ്പററി സംഭവമാണ്. ആൾക്കാരൊന്ന് പോയി കഴിക്കും. ആ കഴിക്കുന്ന ആൾ വേറെ അഭിപ്രായം പറയുമ്പോൾ അത് അവൻ്റെ അഭിപ്രായം യഥാർത്ഥ അഭിപ്രായമാണ് പറയുന്നത്. അവരൊരിക്കലും അത് കേട്ടേ പോവുകയുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പം മൃണാളിൻ്റെ ടോപ്പിക്ക് എടുത്ത് മാറ്റുകയാണ്, ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഫുഡ് നല്ലതുപോലെ കഴിക്കണമെങ്കിൽ ബേസിക്കലി ക്വാളിറ്റി വേണം, ജസ്റ്റിഫൈ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കണം, ഹൈജീനിറ്റി മസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഹോട്ടലിനൊക്കെ അകത്ത് പോയി കഴിക്കുമ്പോൾ നമ്മൾ മോശം വൃത്തിയില്ലാത്ത സ്ഥലമാണ് നമ്മൾ കഴിക്കില്ല, കാരണം അസുഖം ഉണ്ടാവും. അപ്പം നിങ്ങൾ പുറത്തു പോയി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ഹോട്ടലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, നമുക്ക് നോക്കാമല്ലോ. ചിലർക്ക് ടേസ്റ്റ് ആയിരിക്കും, ചിലർക്ക് ക്വാളിറ്റി ആയിരിക്കും, ചിലർക്ക് പ്രൈസ് ആയിരിക്കും, ചില ക്വാണ്ടിറ്റി ആയിരിക്കും. എന്തായാലും ഇതൊക്കെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ ആൾക്കാർ സ്വാഭാവികമായും ആഗ്രഹിക്കുക. അങ്ങനെ സ്ഥലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ.